ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടുള്ള ഒരു പ്രസ് മീറ്റ് അല്ല ഇതിനെക്കുറിച്ച്. ഞങ്ങൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ തന്നെ പേഴ്സണലായിട്ട് ഇവിടെ വന്നിട്ട് ഒരു 3-4 തവണ വന്നിട്ട് ഈ ദുരന്തം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി കുമരകം ബോട്ട് ട്രാജഡി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുകയും ആദ്യമായിട്ട് സയൻറ്റിഫിക്കലി ഡിസൈൻ ചെയ്ത ഒരു ഹൗസ് ബോട്ട് കേരളത്തിൽ ഇറക്കുകയുണ്ടായി. സേഫ് ബോട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റീലിൽ നിർമ്മിച്ച ആദ്യത്തെ ഹൗസ് ബോട്ടാണ്. അൺസിങ്കബിൾ കണ്ടീഷനിൽ എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സോടും കൂടി പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റത്തോടു കൂടി എല്ലാം ചെയ്യുകയും ഇവിടെ കൊച്ചിൻ ബോട്ട് ഷോയിൽ ഞങ്ങളത് അവതരിപ്പിക്കുകയും അന്ന് മിനിസ്റ്റർ അവിടെ വരികയും അത് കണ്ട് വിതിൻ എ മന്ത് പുതിയ റെഗുലേഷൻ വരികയായിരുന്നു. ഹൗസ് ബോട്ട്സിനകത്ത് പല പുതിയ റെഗുലേഷൻസും അതിനെ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പം റീസെൻ്റ്ലി വന്നിരിക്കുന്നത് ഇന്നലെ നമ്മൾ ഈ തെറ്റുകൊണ്ട് തിരുത്തുന്ന പോലെയാണ്. ആൾ ഓഫ് എ സഡൻ ഇത്രയും നാളില്ലാതെ ഇന്നലെ ഈ ഹൗസ് ബോട്ട് ഇൻസ്പെക്ഷൻ ആലപ്പുഴ നടത്തുകയാണ്. ഇതുവരെ ചെയ്യാത്ത ആൾ ഓഫ് എ സഡൻ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാ ബോട്ടുകളും നോട്ട് ഫിറ്റ് ഫോർ യൂസ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോയിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും തമാശ ഉള്ളൊരു കാര്യം ഞങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെ പറയാം. ഇന്ന് കേരളത്തിലുള്ളതിനകത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ബോട്ട് മാത്രമാണ് കടലിലും കായലിലും റിവേഴ്സിലും പോകാവുന്ന കണ്ടീഷനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ ഒരു ക്വാളിഫൈഡ് MMD, ഇവിടുത്തെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ അതോറിറ്റിയാണ് MMD എന്ന് പറയുന്നത്. MMD സർട്ടിഫൈ ചെയ്തേക്കുന്ന സർട്ടിഫൈഡ് ക്യാപ്റ്റൻസിനെ തന്നെയാണ് ഞങ്ങളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ ഇവർ ഇൻസ്പെക്ഷന് വന്നിട്ട് ഏറ്റവും വലിയ തമാശയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സ്രാങ്കിന് അപ്പം ഞങ്ങൾ ഇത്രയും നാളും ഇത് തുടക്കം തൊട്ടേ ഓരോ വർഷം റിന്യൂ ചെയ്യുമ്പോഴും ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഈ ക്യാപ്റ്റൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടാണ് ഇത് പുതുക്കിക്കൊണ്ടിരുന്നത്. ഇന്നലെ വന്നിട്ട് സ്രാങ്കിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. ബാക്കിയെല്ലാം ലൈഫ് ജാക്കറ്റുണ്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, എല്ലാ സാധനവും മീറ്റ് ചെയ്യുന്നുണ്ട്. സ്രാങ്കിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇത് ഈ 7ാം ക്ലാസ് ഒരു റൂളിനകത്ത് 7ാം ക്ലാസ്സുകാരൻ ഇത് വേണമെന്ന് പറയുകയും 10ാം ക്ലാസ്സുകാരൻ്റെ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ 7ാം ക്ലാസ് വേണമെന്ന് പറയുന്ന പോലെയാണ്. ഈ സ്രാങ്ക് എന്ന് പറയുന്ന സാധനം ഒരാൾ ഓടിക്കുകയും മണി അടിക്കുമ്പോൾ താഴെ ഇരുന്ന് വേറെ ആൾ കൺട്രോൾ ചെയ്യുന്നൊരു സിസ്റ്റത്തിൽ വേണ്ടതാണ് ഈ സ്രാങ്ക് എന്ന് പറഞ്ഞാൽ. ഞങ്ങളെ സംബന്ധിച്ചുള്ള അത് ഒരിക്കലും പറ്റത്തില്ല. ഞങ്ങൾക്ക് റിമോട്ട് കൺട്രോൾ സിസ്റ്റം, മോഡേൺ എക്യുപ്മെൻറ്റിൽ വീൽ ഹൗസിൽ നിന്ന് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാൾ ഞങ്ങൾക്കൊരു സ്രാങ്കിനെ പിടിച്ച് ഞങ്ങളുടെ ബോട്ട് ഏൽപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ടതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ സ്ഥിരമായി പുതുക്കിക്കൊണ്ടിരുന്നത്. ഇത് മനസ്സിലാക്കാതെ ആണ് ഇന്നലെ ഇൻസ്പെക്ടേഴ്സ് വന്നത്. അപ്പം ഈ ഇൻസ്പെക്ടേഴ്സിനെങ്കിലും വ്യക്തമായ ഒരു ധാരണ കൊടുക്കണം. ഈ MMD സർട്ടിഫൈഡ് ആൾക്കാർ സ്രാങ്കിനേക്കാളും മുകളിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ റൂൾസ് വ്യക്തമായിട്ട് പറയണം. അപ്പം നമ്മുടെ എക്സിസ്റ്റിംഗ് റൂൾസിനകത്ത് ഇപ്പോഴും യൂസ് ചെയ്യുന്നതൊക്കെ 25 വർഷത്തിന് മീതെ പഴക്കമുള്ള പഴയ റൂൾസാണ്. അതും ഡെവലപ്പ് ചെയ്തേക്കുന്നത് ആരും ക്വാളിഫൈഡ് ആൾക്കാരല്ല ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ആരൊക്കെയോ ഇവിടെ നിന്നൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അപകടം വരുമ്പോഴത്തേക്ക് എടുപിടിയെന്ന് പറഞ്ഞ് നമ്മൾ ചാടി ഇറങ്ങിയിട്ട് അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ്, അത് ടൂറിസത്തിനെ അഫക്റ്റ് ചെയ്യുകയാണ്. ഇപ്പം തേക്കടിയിലെല്ലാം നിർത്തി വെച്ചിരിക്കുന്നു. ഇപ്പം ഹൗസ് ബോട്ടുകാർ സമരത്തിലേക്ക് പോകുന്നു. ഇപ്പം PWDക്കാർ സമരത്തിലേക്ക് നീങ്ങുന്നു. അങ്ങനെ ആവശ്യമില്ലാതെ നമ്മൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പം വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഇതിൻ്റെ കറക്റ്റ് സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഇഗ്നറൻസ് ആണ്. ദ റൂട്ട് കോസ് ഓഫ് ദ എൻ്റയർ ഇഷ്യൂ ഇസ് ദ ഇഗ്നറൻസ്. പിന്നെ ഞങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന നിലയിൽ ഈ ബോട്ട് ട്രാജഡീസ് കേരളത്തിൽ മാത്രമല്ല ആക്ച്വലി സംഭവിക്കുന്നത്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് പുറത്തും സംഭവിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ സംബന്ധിച്ചാൽ ബഹ്റിനിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ട്രാജഡി ഉണ്ടായി. അന്ന് ഞങ്ങളാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് UAE ഒരുപാട് ദൗസ് ഉണ്ട്. അപ്പം ഈ ദൗസിന് പറ്റിയ കാര്യം അവിടെ റൂൾ ബുക്കേ ഇല്ല. നമ്മുടെ ഇവിടുത്തെ ഹൗസ് ബോട്ടുകൾ പോലെയാണ് ഈ ദൗസ്. അപ്പോൾ ദൗസിന് വേണ്ടി ഞങ്ങൾ ഒരു പ്രപ്പോസൽ കൊടുക്കുകയും അത് ഗവൺമെൻറ് അത് റൂളായിട്ട് മാറ്റുകയും ചെയ്തു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ ഞങ്ങൾക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഒരു പ്രപ്പോസൽ തന്നെ കൊടുക്കാനേ പറ്റൂ. നിങ്ങൾക്കറിയാം ഡോക്ടർ പ്യാരിലാലാണ് ഇപ്പോൾ ഇത് എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ പ്യാരിലാലിനെ വെച്ചിട്ട് കഴിഞ്ഞ തട്ടേക്കാട് ബോട്ട് തുറന്നതിന് ശേഷം ഞങ്ങൾ ഇതേ റൂമിൽ വെച്ചിട്ട് ഇത് ഒരു പ്രസ് മീറ്റ് നടത്തുകയുണ്ടായി. അന്ന് ഞങ്ങൾ വാൺ ചെയ്തതാണ് ഇത് സംഭവിക്കാൻ പോവുകയാണ്, വീണ്ടും ഈ ദുരന്തം ആവർത്തിക്കുമെന്ന് പറഞ്ഞാണ്. അപ്പം ഇത് റൂൾസ് ഫോർ ഇത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു ഗൈഡ് ലൈനാണ്. പക്ഷേ ഇത് ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. ഒരു പുതിയ റൂൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആൾ ഓഫ് എ സഡൻ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പാടില്ല. കാര്യം ഇഷ്ടം പോലെ റൂൾസ് ഇപ്പം ഇത് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിന് വേണ്ടി ദൗസിന് വേണ്ടി ചെയ്ത സാധനമാണ്. ഇനി ഇതുപോലെ പല ക്ലാസിഫിക്കേഷൻ IACസിൻ്റെ ഉണ്ട്, IMOയുടെ ഉണ്ട്, റിനയുടെ ഉണ്ട്, പിന്നെ ISOയുടെ ഉണ്ട്. അങ്ങനെ പല ആൾക്കാരും ചെറിയ വെസൽസിന് വേണ്ടി റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മിക്കവാറും ചെയ്യാൻ പോകുന്നത്, ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, എവിടുന്നെങ്കിലും ഒരു ഇൻ്റർനാഷണൽ റൂളോ അക്സെപ്റ്റഡ് റൂൾ എടുപിടിയെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ബോട്ട്സ് മുഴുവൻ ഒരിക്കലും ആ ഒരു കണ്ടീഷനിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് വേണ്ടത് സേഫായിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ ബോട്ട്സിനെയും ബാധിക്കാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്.
അതിനൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉടനെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും സാധൂകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് സമയമെടുത്ത് ഇതിന് വ്യക്തമായ ധാരണയുള്ള ആൾക്കാരെ കൊണ്ട് ഇരുന്ന് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ അതുവരെ നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്യാതെ ഒരു 3 സ്റ്റെപ്പായിട്ട് ഞങ്ങളൊരു പ്രപ്പോസ് ചെയ്തേക്കുന്ന ഒരു 3 ഇയർ കൊണ്ട് 3 സ്റ്റേജസ് ആയിട്ട് ഇത് പുതുതായിട്ട് വരുന്ന ബോട്ടുകൾക്ക് പുതിയ നിയമങ്ങൾ ബാധകമാക്കുകയും പഴയ ഇതിന് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുക, അങ്ങനെയുള്ള ഒരു ബേസിക് പ്രപ്പോസൽ ഇതുണ്ട്. കൂടുതൽ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള എല്ലാ ഗൈഡ് ലൈനും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഇത് ഞങ്ങൾ ഇന്ന് ഒഫീഷ്യലി റിലീസ് ചെയ്യുകയാണ്. ഇത് ഗവൺമെൻറ്റിന് ഇതിൻ്റെ കോപ്പി ഞങ്ങൾ അയക്കുന്നുണ്ട്. പിന്നെ ഹൗസ് ബോട്ടുകളെ സംബന്ധിച്ചുള്ള ഇപ്പോൾ അവർ റേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം സ്റ്റെബിലിറ്റി ബുക്ക്ലെറ്റ്സ് വേണമെന്ന് നിർബന്ധിക്കുകയാണ്. ഇത് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഫെസിലിറ്റി ഇല്ലാഞ്ഞിട്ടല്ല, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റി ഉണ്ട്, അവർക്ക് അത് ചെയ്യാവുന്നതാണ്. ഇത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ബോട്ട് ഇവരെ കൊണ്ട് ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഹൗസ് ബോട്ട് ഇൻക്ലൈനിങ് എക്സ്പീരിയൻസ് നടത്തിയേക്കുന്ന ബുക്കാണ് ഇത്, ട്രിം ആൻഡ് സ്റ്റെബിലിറ്റി ബുക്ക്ലെറ്റ്. ഇതുപോലുള്ള ബുക്ക്ലെറ്റ്സ് ആണ് വേണ്ടത്. പക്ഷേ ഒരു അൺസിങ്കബിൾ സ്റ്റീൽ ബോട്ട് ചെയ്യുന്ന അതേ സിസ്റ്റം വെച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ഹൗസ് ബോട്ട് നാളെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പ്രാക്ടിക്കലി അബ്സല്യൂട്ട്ലി നോട്ട് പോസിബിൾ. ഇതിന് കമ്പാർട്ട്മെൻറ്റ്സ് തിരിച്ചിട്ട് വാട്ടർ ടൈറ്റ് ആയിട്ട് ഇവിടുത്തെ തടി ബോട്ടുകൾ നാളെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുപോലെ ഇതെല്ലാം പണിയും കഴിഞ്ഞിരിക്കുന്ന സാധനം ഇനി വെട്ടിപ്പൊളിച്ചിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം പ്രാക്ടിക്കലായിട്ട് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്താം എന്നാണ് ആലോചിക്കേണ്ടത്. അതിന് നമ്മൾ ഇൻ്റർനാഷണൽ റൂൾസ് ഫോളോ ചെയ്താൽ സാധ്യമല്ല. അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ്റിനെയും കുറ്റം പറയാൻ പറ്റില്ല. നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള അവർക്ക് വേണ്ടത് അഴിമതി ഇല്ലാതെ ഒരു സാധനം നിർമ്മിക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു കൊട്ടേഷൻ എടുക്കണം. അവരത് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇൻസ്പെക്ടർ ഓഫ് ബോട്ട്സ് സർട്ടിഫൈ ചെയ്ത ബോട്ടായിരിക്കണം. ഇപ്പോൾ KTDCയെ സംബന്ധിച്ചിടത്തോളം അവർ യൂസ് ചെയ്യുന്ന സാധനത്തിന് സർട്ടിഫിക്കേഷൻ വേണം. ചോദിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത വ്യക്തിക്ക് സാങ്കേതിക ജ്ഞാനത്തിൻ്റെ കുറവ് കൊണ്ടും ട്രെയിനിങ്ങിന് കുറവ് കൊണ്ടും പുള്ളി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹ്യൂമൻ എററാണ്. പക്ഷേ അതിന് പുള്ളിയെ മാത്രം ശിക്ഷിക്കുന്നത് ഒരിക്കലും ശരിയല്ല. പിന്നെ ഹൗസ് ബോട്ട് ഓടിച്ചേക്കുന്ന വ്യക്തി, ഡ്രൈവർക്കെതിരെ എല്ലാം കേസുണ്ട്. എക്സ്ട്രാ ആളിനെ കയറ്റുന്ന പറഞ്ഞ കേസുണ്ട്. ഓക്കെ, എക്സ്ട്രാ ആളിനെ കയറ്റുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇത് ഒരു 5 6 പേരോ അല്ല 10 പേര് കയറിയാലും എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർലി സർട്ടിഫൈ ചെയ്ത ആ ബോട്ടിനകത്ത് ഒരു 50 പേരും കൂടെ കയറി ആയാൽ പോലും അത് മറിയില്ലായിരുന്നു. അതായിരുന്നു കണ്ടീഷൻ. കാര്യം പകുതിയും കുട്ടികളാണ്. എല്ലാവരും കൂടെ ഒരിക്കലും ഡെക്കിൻ്റെ മുകളിൽ കയറിയിട്ട് സൈഡിൽ എത്തിയിട്ടില്ല. പകുതി പേരും താഴെയാണ്. അപ്പോൾ ആ കണ്ടീഷനിൽ വേഴ്സ് കണ്ടീഷനിലാണ് നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് എല്ലാം നടത്തിയിട്ട് പാസ്സാക്കി വിടുന്നത്. അപ്പോൾ ബിൽഡറിൽ നിന്ന് തുടങ്ങിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. പക്ഷേ ബിൽഡറെക്കെതിരെ ഒരു നടപടി ഇതുവരെ വന്നിട്ടില്ല. അവിടെ നിന്നാണ് അന്വേഷണം തുടങ്ങേണ്ടത്. അപ്പോൾ അന്വേഷണത്തിൻ്റെ ദിശ ഇതുവരെ ഒരു കറക്റ്റായ വഴിയിൽ എത്തിയിട്ടില്ല. നാളത്തെ ടെസ്റ്റിൽ അവർ പങ്കെടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നാളത്തെ ടെസ്റ്റ് കഴിഞ്ഞാൽ വ്യക്തമായൊരു ധാരണ കിട്ടും. ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.